എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഉത്തര രാമായണത്തിലെ രാക്ഷസ കുലോൽപത്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. രാവണനെ നിഗ്രഹിച്ച് വിജയശ്രീലാളിതനായി ഇരിക്കുന്ന ശ്രീരാമന്റെ മുന്നിൽ വന്ന് അഗസ്ത്യമുനി രാവണന്റെ മകൻ ഇന്ദ്രജിത്തിനെ പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് 3 ലോകങ്ങൾക്കും ദോഷകാരിയായ രാവണനേക്കാൾ ഇന്ദ്രജിത്തിനെ പുകഴ്ത്തുന്നതെന്ന് ശ്രീരാമദേവൻ അഗസ്ത്യമുനിയോട് ചോദിച്ചു. ഇത് കേട്ട ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട അല്ലെങ്കിൽ ചോദ്യം കേട്ട അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞു: മഹാരാജാവേ, രാവണനെ കുറിച്ചും രാക്ഷസ കുലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും രാവണന്റെ തപോബലത്തെക്കുറിച്ചും ശൗര്യത്തെക്കുറിച്ചും ഞാൻ വിശദമായിട്ട് തന്നെ അങ്ങയോട് പറഞ്ഞു തരാം. ബ്രഹ്മാവിന്റെ പുത്രനായ പുലസ്ത്യ മഹർഷി മഹാമേരു പർവ്വതത്തിന്റെ പാർശ്വത്തിൽ തൃണാഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ കൊടും തപസ്സനുഷ്ഠിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ ആ ആശ്രമത്തിന്റെ അരികിൽ കുറച്ച് കന്യകമാർ എന്നും നീരാടാൻ വരുമായിരുന്നു. ഈ കന്യകമാരുടെയൊക്കെ കളിയും ചിരിയും അട്ടഹാസവും പാട്ടും കൂത്തുമെല്ലാം പുലസ്ത്യ മഹർഷിയുടെ ധ്യാനത്തിന് ഭംഗം വരുത്തിച്ചു. ഇതിനെ തുടർന്ന് പുലസ്ത്യ മഹർഷിക്ക് കോപം വരികയും ആ ആശ്രമത്തിനരികിലേക്ക് അനുവാദമില്ലാതെ ആരെങ്കിലും വന്നാൽ അങ്ങനെ പ്രവേശിക്കുന്ന കന്യകമാർ ഗർഭിണിയായി തീരുമെന്ന് ശപിച്ചു. അങ്ങനെ ഈ പുലസ്ത്യ മഹർഷിയുടെ ഭയാനകമായ ശാപത്തെ ഭയന്ന് അതുവരെയും നീരാടാൻ വന്ന കന്യകമാർ ആരും തന്നെ ആ ആശ്രമത്തിനരികിലേക്ക് വരാതായി. എന്നാൽ തൃണബിന്ദു എന്ന മഹാരാജാവിന്റെ പുത്രി പുലസ്ത്യ മഹർഷിയുടെ ഈ ശാപമൊന്നും അറിയാതെ തൻ്റെ കൂട്ടുകാരിയെ കാണാതായതിനാൽ ഈ ആശ്രമത്തിനരികിലേക്ക് ആ രാജകുമാരി കൂട്ടുകാരികളെ ആശ്രമ പരിസരത്തൊക്കെ തേടി. എന്നാൽ അവിടെയൊന്നും തൻ്റെ കൂട്ടുകാരികളെ കാണാത്തതിനാൽ ആ രാജകുമാരി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ആ രാജകുമാരിയിൽ ഗർഭത്തിന്റെ ആലസ്യം കണ്ടു തുടങ്ങി. താൻ ഗർഭിണിയായെന്ന തിരിച്ചറിവിൽ രാജകുമാരി ഭയചകിതയായി. അങ്ങനെ തനിക്ക് വന്ന ഈ വിഷമം തൻ്റെ പിതാവായ തൃണബിന്ദുവിനോട് പറഞ്ഞു. താൻ തൻ്റെ കൂട്ടുകാരികളെ തേടി പുലസ്ത്യ മഹർഷി തപസ് ചെയ്യുന്ന ആശ്രമത്തിനരികിലേക്ക് പോയതും അവിടെ താൻ തൻ്റെ കൂട്ടുകാരികളെ തെരഞ്ഞു നടന്നതും തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞ സത്യവും പിതാവായ തൃണബിന്ദുവിനോട് വിശദീകരിച്ച് തന്നെ പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ രാജാവ് തൃണബിന്ദു തൻ്റെ മകളെ ആശ്വസിപ്പിക്കുകയും തന്നോട് ചേർത്ത് നിർത്തി സമാധാനത്തോടെ ഇരിക്കാനും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് തൻ്റെ മകളെയും കൂട്ടി തൃണാഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. എന്നിട്ട് തൻ്റെ മകൾക്ക് പറ്റിയ അബദ്ധവും അതിനുശേഷം വന്ന അപകടവും വിശദമായി തന്നെ പുലസ്ത്യ മഹർഷിയോട് വിവരിച്ചു. എന്നിട്ട് ഒരു രാജാവിനെ പോലെയല്ല, ഒരു പിതാവിനെ പോലെ തൃണബിന്ദു പുലസ്ത്യ മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹർഷി, അങ്ങയുടെ ശാപം മൂലമാണ് കന്യകയായ എൻ്റെ പുത്രി ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി ഞങ്ങളുടെ സന്താപം തീർത്തു തരണം. അങ്ങയുടെ ശാപം മൂലം ഗർഭിണിയായ എൻ്റെ പുത്രിയെ അങ്ങ് തന്നെ സ്വീകരിക്കണം. അങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടാലും. ഇതായിരുന്നു തൃണബിന്ദു പുലസ്ത്യ മഹർഷിയോട് പറഞ്ഞത്, അല്ലെങ്കിൽ അപേക്ഷിച്ചത്. കന്യകയായ ഒരു പുത്രി ഗർഭിണിയായാലുള്ള അവസ്ഥ, ഒരു പിതാവിന്റെ അവസ്ഥ എന്തെന്നും മനസ്സിലാക്കിയ പുലസ്ത്യ മഹർഷി ആ കന്യകയെ യഥാവിധി സ്വീകരിക്കുകയും വേദശ്രവണത്തിൽ നിന്നും ഗർഭം ധരിച്ചതിനാൽ അവർക്കുണ്ടായ ആ പുത്രന് വിശ്രവസി എന്ന നാമം നൽകുകയും ചെയ്തു. ഉത്തരരാമായണത്തിലെ വൈശ്രവണനെ കുറിച്ചുള്ള കഥ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.